നമസ്സർവേഭ്യഃ. നമ്മൾ ഇതുവരെ 1, 2, 3 ശ്ലോകങ്ങളാണ് പഠിച്ചത്. അർജുന വിഷാദ യോഗത്തില് അധ്യായം 1. ഇന്ന് നമുക്ക് 4, 5, 6 ശ്ലോകങ്ങളാണ് പഠിക്കേണ്ടത്. പാണ്ഡവ സൈന്യത്തിന്റെ ക്രമീകരണം കണ്ട് അസ്വസ്ഥനായ ദുര്യോധനൻ ആ സൈന്യത്തിൽ അണിനിരന്നിട്ടുള്ള പ്രമുഖരായ യോദ്ധാക്കളെ ദ്രോണാചാര്യർക്ക് പരിചയപ്പെടുത്തുകയാണ്. ഭീമനോടും അർജുനനോടും തുല്യരായ പാണ്ഡവ പക്ഷത്തെ വീരന്മാരെ കണ്ട് ദുര്യോധനൻ ഉള്ളിലെ ഭയം ഈ ശ്ലോകങ്ങളിൽ പ്രകടമാക്കുന്നു. നമുക്കാദ്യം ശ്ലോകം കേൾക്കാം. ഓം ശ്രീ പരമാത്മനേ നമഃ. അഥ ശ്രീമദ്ഭഗവദ്ഗീത അഥ പ്രഥമോऽധ്യായഃ. അർജുന വിഷാദയോഗഃ. അത്ര ശൂരാ മഹേശ്വാസാഃ ഭീമാർജുന സമായുധി. യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ. അത്ര ശൂരാ മഹേശ്വാസാഃ ഭീമാർജുന സമായുധി. യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ. ഓരോ വരിയുടെയും അർത്ഥം നോക്കാം. അത്ര ശൂരാ മഹേശ്വാസാഹ ഭീമാർജുന സമായുധി. അത്ര ഇവിടെ ഈ സൈന്യത്തിൽ ശൂരാഹ വീരന്മാരായ മഹേശ്വാസാഹ വലിയ വില്ലാളികൾ ഭീമാർജുന സമാഹ ഭീമനോടും അർജുനനോടും തുല്യരായ യുദ്ധത്തിൽ ഭീമനോടും അർജുനനോടും തുല്യരായ വലിയ വില്ലാളികളായ വീരന്മാർ ഇവിടെയുണ്ട്. യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ. യുയുധാനൻ സാത്യകി, വിരാടഃ വിരാട രാജാവ്, ദ്രുപദ രാജാവ്, മഹാരഥഃ മഹാരഥൻ എന്ന് വെച്ചാൽ 10,000 യോദ്ധാക്കളോട് ഒറ്റയ്ക്ക് പൊരുതാൻ ശേഷിയുള്ളവൻ. യുയുദ്ധാനനും വിരാടനും മഹാരഥനായ ദ്രുപദനും അവരിൽ പെടുന്നു. മൊത്തത്തിലുള്ള അർത്ഥം നോക്കാം. ഈ സൈന്യത്തിൽ യുദ്ധവീര്യത്തിൽ ഭീമനോടും അർജുനനോടും കിടപിടിക്കുന്ന വലിയ വില്ലാളികളുണ്ട്. സാത്യകിയും വിരാട രാജാവും മഹാരഥനായ ദ്രുപദനും അവരിൽ പ്രമുഖരാണ്. അതായത് പാണ്ഡവ പക്ഷത്തെ ഓരോ യോദ്ധാവിനെയും ദുര്യോധനൻ പ്രത്യേകം എടുത്തു പറയുന്നു. ശത്രുക്കളുടെ ബലം എത്രത്തോളം ഉണ്ടെന്ന് ആചാര്യനെ ബോധ്യപ്പെടുത്താനാണ് ദുര്യോധനൻ ശ്രമിക്കുന്നത്. ഇതിലെ നമുക്ക് ജീവിതപാഠം എന്താന്ന് വെച്ചാൽ, നമ്മുടെ എതിരാളികളുടെ കഴിവുകളെ കുറച്ച് കാണരുത്. അവരെ ശരിയായി വിലയിരുത്തുന്നത് ജാഗ്രതയോടെ മുന്നേറാൻ നമ്മെ സഹായിക്കും. അടുത്ത ശ്ലോകം നോക്കാം. ദൃഷ്ടകേതുശ്ചേകിതാനഃ കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ. ധൃഷ്ടകേതുശ്ചേകിതാനഃ കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ. വരികളുടെ അർത്ഥം നോക്കാം. ദൃഷ്ടകേതുശ്ചേകിതാനഃ കാശിരാജശ്ച വീര്യവാൻ. ദൃഷ്ടകേതു ചേകിതാനഃ ചേകിതാനൻ, കാശിരാജഃ കാശിരാജാവ്, വീര്യവാൻ പരാക്രമിയായ ദൃഷ്ടകേതുവും ചേകിതാനനും കാശിരാജാവും. പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ. പുരുജിത്ത്, കുന്തിഭോജൻ, ശൈബ്യൻ, നരപുംഗവഃ മനുഷ്യരിൽ ശ്രേഷ്ഠനായവർ.
പുരുജിത്തും കുന്തിഭോജനും മനുഷ്യശ്രേഷ്ഠനായ ശൈബ്യനും ഇവിടെ ഉണ്ട്. മൊത്തത്തിലുള്ള അർത്ഥം നോക്കാം. ദൃഷ്ടകേതു, ചേകിതാനൻ, പരാക്രമിയായ കാശിരാജാവ്, പുരുജിത്ത്, കുന്തിഭോജൻ, മനുഷ്യശ്രേഷ്ഠനായ ശൈബ്യൻ എന്നിവരും ആ സൈന്യത്തിലുണ്ട്. ഇവിടെ ദുര്യോധനൻ പാണ്ഡവ പക്ഷത്തെ കൂടുതൽ യോദ്ധാക്കളെ പേരെടുത്തു പറയുന്നു. ഇവരൊക്കെയും അതിശക്തന്മാരാണെന്ന് അവൻ ഭയത്തോടെ തിരിച്ചറിയുന്നു. ജീവിതപാഠം: ശക്തരായ വ്യക്തികൾ ഒരു ലക്ഷ്യത്തിനായി ഒന്നിക്കുമ്പോൾ ആ സംഘത്തിന് വലിയ കരുത്ത് ലഭിക്കുന്നു. പാണ്ഡവപക്ഷം അത്തരമൊരു കരുത്താർജിച്ച സംഘം ആയിരുന്നു. അടുത്ത ശ്ലോകം നോക്കാം. യുധാമന്യുശ്ച വിക്രാന്തഃ ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ. യുധാമന്യുശ്ച വിക്രാന്തഃ ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ. യുധാമന്യുശ്ച വിക്രാന്തഃ ഉത്തമൗജാശ്ച വീര്യവാൻ. യുധാമന്യു യുധാമന്യു, വിക്രാന്തഃ പരാക്രമിയായ, ഉത്തമൗജാഹ ഉത്തമൗജസ്, വീര്യവാൻ ബലവാനായ, സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ. സൗഭദ്രഃ സുഭദ്രാപുത്രൻ അഭിമന്യു, ദ്രൗപദേയാഹ ദ്രൗപദിയുടെ പുത്രന്മാർ, സർവേ എല്ലാവരും, ഏവ തന്നെ, മഹാരഥാഃ മഹാരഥന്മാർ. പരാക്രമിയായ യുധാമന്യു, ബലവാനായ ഉത്തമൗജസ്, സുഭദ്രാപുത്രനായ അഭിമന്യു, ദ്രൗപദിയുടെ 5 പുത്രന്മാർ എന്നിവരെല്ലാം തന്നെ മഹാരഥന്മാരായ യോദ്ധാക്കളാണ്. യുവാക്കളായ അഭിമന്യുവിനെയും ദ്രൗപദീ പുത്രന്മാരെയും പോലും ദുര്യോധനൻ ഭയപ്പെടുന്നു. പാണ്ഡവപക്ഷത്തെ ഓരോ വ്യക്തിയും യുദ്ധതന്ത്രങ്ങളിൽ നിപുണരാണെന്ന് അവൻ ആവർത്തിക്കുന്നു. ജീവിതപാഠം: പ്രായത്തിനപ്പുറം ഒരാളുടെ കഴിവിനെയും നിശ്ചയദാർഢ്യത്തെയും ബഹുമാനിക്കണം. ലക്ഷ്യബോധമുള്ള തലമുറ ഏതൊരു വലിയ വെല്ലുവിളിയെയും നേരിടാൻ പ്രാപ്തരാണ്. ഈ 3 ശ്ലോകങ്ങളിലൂടെ പാണ്ഡവ സൈന്യത്തിലെ അതികായന്മാരായ യോദ്ധാക്കളെ ദുര്യോധനൻ പരിചയപ്പെടുത്തി. ശത്രുക്കളുടെ ശക്തി കണ്ട് പതറുന്ന ഒരു മനസ്സിനെയാണ് നാം ഇവിടെ കാണുന്നത്. ശ്ലോകം ഒന്നുകൂടെ കേൾക്കാം. അത്ര ശൂരാ മഹേശ്വാസാഃ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ ധൃഷ്ടകേതുശ്ചേകിതാനഃ കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ യുധാമന്യുശ്ച വിക്രാന്തഃ ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ. തന്റെ പക്ഷത്തെ വീരന്മാർ ആരൊക്കെയാണെന്ന് ദുര്യോധനൻ ഇനി വിവരിക്കാൻ പോവുകയാണ്. അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ വിശദമായി പഠിക്കാം. നാളെ 7 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ധന്യവാദഃ. ഹരേ കൃഷ്ണ.